ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മതി വരാത്ത ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല പഞ്ഞു പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പലഹാരമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ വെളുത്തുള്ളി ഇഞ്ചി ആദ്യം ഇട്ട് കൊടുത്തത് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ ആകുമ്പോൾ ഈ പലഹാരത്തിനും ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും. എണ്ണയിൽ ഇപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സബോള ഇട്ട് കൊടുക്കാം. ഒരു സബോള എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു സബോളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചെറിയ ഉള്ളിയിൽ ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി ഭാഗം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ഉണക്കമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ഇതുപോലൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു വരേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് നേരം മാത്രം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരേക്കും നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഈ ഒരു വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വെക്കണം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് റവയാണ്. വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക, എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുള്ളൂ. റവ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് റവയാണ്. ആദ്യം പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള റവ കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ റവ ഒന്ന് വേവിച്ചെടുക്കണം. അതുവരേക്കും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. റവ ഒട്ടും തന്നെ കട്ടയാവാതെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. നമ്മളിത് ഇളക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു റവ നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇതാ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു പകുതി ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് തൊട്ടാൽ കുഴപ്പമില്ലാത്ത ആ ഒരു ചൂട് സമയത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കുഴച്ചെടുക്കാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് കിട്ടില്ല. ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടില്ല ഇത് കുഴച്ചെടുക്കാനായിട്ട്. നല്ല സിമ്പിളായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇത് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഈ ഒരു വലിപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാം, ഭയങ്കര സിമ്പിളാണ്. ഞാനിപ്പോൾ ഇതാ ഒരെണ്ണം കൂടെ ഇതുപോലെ കാണിക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിപ്പത്തിൽ ഈ ഒരു വലിപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. ഇനി ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബോർഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് ഒരു ബോൾസ് എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കൂടി കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാടങ്ങ് നീട്ടി വലിച്ച് പരത്തേണ്ട ആവശ്യമില്ല, ഇത്ര മാത്രം പരത്തിയാൽ മതി. നല്ല നൈസായിട്ട് ഇരിക്കുകയും ചെയ്യരുത്, എന്നാൽ നല്ല കട്ടിയും ആവരുത്. ഒരു മീഡിയം പരുവത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ പരത്തിയെടുത്ത ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഇതുപോലൊരു ബോൾസ് വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു മാവിൻ്റെ മുകളിലേക്ക് കൂടി കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്ത മാവിനെ വക്കുള്ള ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷമുള്ള ആ ഒരു മാവ് വെച്ചിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്നിച്ച് പരത്തിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു പാനിലിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ഒരു മാവ് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഞാനിവിടെ ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതാവുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും, എണ്ണയുടെ ആ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ.
ഈ ഒരു എണ്ണയും ഓയിലൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഇത് ചുട്ടെടുക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് ഓയിൽ ഒഴിച്ചു കൊടുക്കാതെ വളരെ കുറച്ച് മാത്രം തിരിച്ചും മറിച്ചും ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക മണവും ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെയാണ്. നമുക്ക് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി ഒരു കറികളും ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതേപോലെ തന്നെ എല്ലാം ചുട്ടെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പലഹാരം റെഡിയായി കിട്ടി. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇതൊന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.